രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ ഈ യുവ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഓരോ തവണ തളർത്താൻ നോക്കുമ്പോഴും കൂടുതൽ കരുത്തനായി തിരിച്ചു വരുന്ന രാഹുലിനെയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പരാതിക്കാരും രാഷ്ട്രീയ എതിരാളികളും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ നിലപാടുകളിലും തളരാത്ത പോരാട്ട വീര്യത്തിലുമുണ്ട്. രാഹുലിനെ അയോഗ്യനാക്കാൻ നടക്കുന്ന നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് UDF ഐക്യത്തോടെ അണിനിരക്കുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രതിരോധമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ UDF പാർലമെന്ററി പാർട്ടി യോഗമെടുത്ത തീരുമാനം വളരെ നിർണായകമാണ്. കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന തെറ്റായ കീഴ്വഴക്കം നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ നിലപാടിലാണ് UDF. എത്തിക്സ് കമ്മിറ്റി അതിന്റെ അധികാര പരിധി കടന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന് റോജി M. ജോണും UA ലത്തീഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഭരണപക്ഷത്തെ പല പ്രമുഖരും പലവിധ കുറ്റാരോപണങ്ങൾ നേരിടുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ രാഹുലിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്ന CPM-ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു യുവ നേതാവിനെ ഭയമാണ്. കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപേ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടണമെന്ന് UDF പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോരാളി ഒറ്റയ്ക്കല്ലെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന പിന്തുണ അസാധാരണമാണ്. സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത രാഹുലിനെ കുടുക്കാൻ വ്യാജ പരാതികൾ ചമയ്ക്കുന്നവർക്ക് ജനങ്ങൾ തന്നെ മറുപടി നൽകുന്നുമുണ്ട്. അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയ പരാതിക്കാരെല്ലാം ഇപ്പോൾ മാളങ്ങളിൽ ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സത്യം ജയിക്കുമെന്നും രാഹുൽ കൂടുതൽ കരുത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഓരോ പ്രവർത്തകരും. ജയിൽ അറകൾക്കും വ്യാജ കേസുകൾക്കും അദ്ദേഹത്തെ തളർത്താൻ കഴിയില്ല എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടതാണ്. പാലക്കാട്ടെ വിജയത്തിലൂടെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ അംഗീകാരം ഭരണപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ഗൂഢാലോചനകൾ നടക്കുന്നതും. പരാതിക്കാർ ഓടി ഒളിച്ചാലും ഗൂഢാലോചനകൾ തുടർന്നാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കൂടുതൽ തിളക്കത്തോടെ നിൽക്കും എന്നത് തീർച്ച. കോട്ടകൾ തകർത്ത് അദ്ദേഹം മുന്നേറുമ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കം മാത്രമാണ്.